children, welcome to my channel LKLS Maths class. ഇന്ന് നമ്മൾ CBSE Arithmetic Progression Chapter 5th എക്സസൈസ് 5.2 6th വണ്ണാണ് കേട്ടോ ചെയ്യാൻ പോകുന്നത്. സോ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ചെക്ക് വെദർ -150 ഈസ് എ ടേം ഓഫ് ദ AP 11, 8, 5, 2 കണ്ടോ. അപ്പോൾ ഇങ്ങനെ ഒരു ലിസ്റ്റ് ഓഫ് നമ്പേഴ്സ് തന്നിട്ടുണ്ട്. ഇത് AP ആണ്, APയിലെ ടേംസ് ആണ് കേട്ടോ. ഫസ്റ്റ് ടേം, സെക്കൻഡ് ടേം, തേർഡ് ടേം ആൻഡ് ഫോർത്ത് ടേം ഇവിടെ തന്നിട്ടുണ്ട്. ഇത് കണ്ടിന്യൂ ചെയ്ത് പോകുന്നുണ്ട്. സോ ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോയി കഴിഞ്ഞാൽ അതിൽ ഈ ഒരു -150 ഓർ -150 എന്ന് പറയുന്ന നമ്പർ ഈ ഒരു ടേമിൽ വരുമോ ഇല്ലയോ എന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പം നമ്മൾ പഠിച്ചിട്ടുള്ള പ്രകാരം നമ്മൾ യൂസ് ചെയ്യുന്ന nth ടേം കാണാനുള്ള ഒരു ഫോർമുല ഉണ്ടല്ലോ. എന്താ അത്? A + n - 1 × D. അപ്പോൾ ആ ഒരു ഫോർമുല വെച്ചുകൊണ്ടാണ് നമ്മൾ ഈ സം ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ചെയ്യാം. സോ ഒന്നുകൂടെ ക്വസ്റ്റ്യൻ നോക്കാം കേട്ടോ. ചെക്ക് വെദർ -150 ഈസ് എ ടേം ഓഫ് AP 11, 8, 5, 2. ഓക്കെ, അപ്പോൾ ഇതിനകത്തെന്ന് പറഞ്ഞാൽ നമ്മൾ നോക്കിയേ A = 11 എന്ന് എഴുതിയ ആൻസർ കേട്ടോ. A = 11. എവിടെ നിന്നാണ് A = 11 എന്ന് കിട്ടിയാൽ കണ്ടോ. A എന്ന് പറയുന്നത് ആരാണ്? ഫസ്റ്റ് ടേം ആണ്. A2 എന്ന് പറഞ്ഞാൽ സെക്കൻഡ്, A3 തേർഡ്, A4 ഫോർത്ത് ടേം. അപ്പം നമ്മൾക്ക് A എന്ന് പറയുന്നത് A11 ആണ്. ക്ലിയർ ആയല്ലോ. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഡിഫറൻസ് കാണണം. ഡിഫറൻസ് കാണാനായിട്ട് എന്താ ചെയ്യുക? നോർമലി നമ്മൾ ചെയ്യുന്നത് എന്താണ്? A2 - A1 ആണ്. A3 - A2, then A4 - A3. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ എടുത്തത് എന്താണ്? A2 - A1 ആണ് നമ്മളിവിടെ ചെയ്യുന്നത്. കണ്ടോ, D = A2 - A1. സോ 8. A2 എന്ന് പറയുന്നത് ആരായിരുന്നു? ഇവിടെ 8 ആയിരുന്നു. സോ 8 - 11. കണ്ടോ, A2 - A1 എന്ന് പറഞ്ഞപ്പോൾ 8 - 11 വി ഗോട്ട് 3. ഇവിടെ എന്താ ഒരു മൈനസ് സൈൻ വന്നതെന്ന് വെച്ചാൽ ഇതിൽ ഗ്രേറ്റസ്റ്റ് നമ്പർ ഏതാണ്? 11 ആണ്. സോ 11ൻ്റെ മുമ്പിൽ ഏതാണ്? നെഗറ്റീവാണ്. സോ ആൻസറിൽ നമ്മൾ എന്ത് തന്നെ കൊടുക്കുക? നെഗറ്റീവ് കൊടുക്കുക. ക്ലിയർ ആയല്ലോ. അപ്പോൾ നമുക്ക് A എഴുതി വെച്ചു. ദെൻ ഡിഫറൻസ് നമ്മളിവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇനി നോക്കിയാൽ ലെറ്റ് AN be -150 എന്നാണ് പറഞ്ഞേക്കുന്നത്. കണ്ടോ, ചെക്ക് വെദർ. അപ്പോൾ ഇതാണ് നമ്മുടെ എന്തെന്ന് പറയുക? AN എന്ന് പറയുക അല്ലേ. അപ്പോൾ ആ AN -150 ആണ്. ഇനി AN കാണാനുള്ള ഫോർമുല എന്താണ്? വിച്ച് മീൻസ് വാട്ട്? nth ടേം അല്ലേ. അപ്പോൾ ഇത് നമ്മുടെ ലിസ്റ്റിൽ വന്നിട്ടുണ്ടോ എന്ന് അറിയാം. നമുക്ക് സെയിം ഫോർമുല തന്നെ അപ്ലൈ ചെയ്താൽ മതി. AN = A + n - 1 × D. ക്ലിയർ. അപ്പോൾ ANൻ്റെ സ്ഥാനത്ത് നമുക്ക് എന്തെഴുതാം? -150. ദെൻ എയുടെ സ്ഥാനത്ത് A ആരാണ് നമ്മൾ കണ്ടുപിടിച്ചല്ലോ, ഇവിടെ ഉണ്ടായിരുന്നല്ലോ ലിസ്റ്റ് ഓഫ് നമ്പേഴ്സിലെ ഫസ്റ്റ് നമ്പർ. സോ ആ എയുടെ പ്ലേസിൽ എന്താ എഴുതിയത്? 11 എഴുതി. +n - 1 × D. ഡിയും നമ്മൾ കണ്ടുപിടിച്ചു അല്ലേ, -3. സോ -3 അവിടെ കൊടുത്തു. ഇനി നോക്കിയാൽ -50 എടുത്ത് ഇവിടെ എഴുതി വെച്ചു. ദെൻ ഈ 11നെ ഇപ്പുറത്തേക്ക് ട്രാൻസ്പോസ് ചെയ്തപ്പോൾ എന്തായി? -11 ആയി. =-1 - 3. ക്ലിയർ ആയില്ലേ ഇത്രയും? അപ്പോൾ ഇത് തമ്മിൽ സബ്ട്രാക്ട് ചെയ്യുക. സബ്ട്രാക്ട് ചെയ്യുന്ന മീൻസ് എന്താ വരുന്നത്? നോക്കിയേ, ഇതും നെഗറ്റീവാണ്, ഇതും നെഗറ്റീവാണ് അല്ലേ. സോ നെഗറ്റീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുക? ആഡാണ് ചെയ്യുക. കണ്ടോ, ഇതായത് ഈ 11 ഇപ്പുറത്തേക്ക് വന്നപ്പോഴാണ് അത് -11 ആയി മാറിയത്. ഓക്കെ, പക്ഷേ ഇതിൻ്റെ മുന്നേ കിടക്കുന്ന എന്താണ്? -50 ആണ്. സോ രണ്ട് നെഗറ്റീവുകൾ വന്നാൽ നമ്മൾ എന്ത് ചെയ്യും? ആഡ് ചെയ്യും. ക്ലിയർ ആയല്ലോ. അപ്പോൾ 150 + 11 എന്ന് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടിയത്? 161. പക്ഷേ കൂടെ ആരാ ഉള്ളത്? കണ്ടോ, രണ്ടിലും നെഗറ്റീവ് സൈൻ ഉണ്ടല്ലോ. അപ്പോൾ നമ്മളുടെ ആൻസറിൽ നെഗറ്റീവ് കൊടുക്കുക. ഇനി ഈ -3 ഇപ്പുറത്ത് കിടക്കുന്ന =n - 1 × -3 എന്നുള്ള ഈ -3 ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നുണ്ട്. ഇവിടെ എന്താ മീനിങ്? n - 1 നമ്മൾ ഇതിനെ എങ്ങനെയാണ് റീഡ് ചെയ്യുന്നത്? ഇവിടെ വേണമെങ്കിൽ ഒരു പോയിന്റ് കൂടി നമുക്ക് എഴുതാം അല്ലേ. 150 ഇവിടെ എന്ത് എഴുതാം? -161. അതായത് ഇതിൽ നിന്ന് ഇത് സബ്ട്രാക്ട് ചെയ്തപ്പോൾ നമുക്ക് എന്താ കിട്ടിയത്? -161 കിട്ടി. =n - 1 × -3. കണ്ടോ, അപ്പോൾ ഇതിൽ നിന്ന് ഇത് എന്താ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ സബ്ട്രാക്റ്റ് എന്ന് പറയുകയാണ്. പക്ഷേ മൈനസും കൂടി വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്? ആഡാണ് ചെയ്യുന്നത്. ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടി? 161 കിട്ടി. 161 = എന്താ? n - 1 × -3 ആണ്. ഇനി ഈ -3 ഇപ്പുറേക്ക് കൊണ്ടുവരിക. അപ്പോൾ നോക്കിയേ, -161 ഡിവൈഡഡ്, ഇത് ഇൻറ്റു അല്ലേ. ഇൻറ്റു ട്രാൻസ്പോസ് ചെയ്യുമ്പോൾ എന്തായിട്ട് മാറും? ഡിവിഷനിലേക്കായിട്ട് മാറും കേട്ടോ. ഇൻറ്റു ഇപ്പുറത്തേക്ക് ഈക്വൽ സൈൻ്റെ ഇനിയിപ്പോൾ റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് മൂവ് ചെയ്താലും അത് ഡിവിഷനാവും, ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്കാണെങ്കിലും ഡിവിഷനാവും. ക്ലിയർ. സോ ഇവിടെ ഇൻറ്റു -3 എന്ത് പറ്റി? ഇവിടെ വന്നപ്പോൾ ഡിവിഷനായി. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? ഈ നെഗറ്റീവ് സൈനും ഈ നെഗറ്റീവ് സൈനും കട്ടായിപ്പോയി.
ഇനി ബാക്കി നമുക്ക് എന്താ ഉള്ളത് ഇവിടെ ആകെ n-1 അല്ലേ ഉള്ളൂ. കണ്ടോ, ഈ -161 ഇവിടെ എഴുതി, ഈ -3നെ ഇപ്പറേക്ക് ട്രാൻസ്പോസ് ഇപ്പോൾ ഡിവിഷനായി, അതിൽ നെഗറ്റീവും കട്ടായി പോയി. പിന്നെ ബാക്കി ഇവിടെ എന്താ നമുക്ക് എഴുതാനുള്ള ഈക്വൽ സൈൻ ഇട്ട് നമുക്ക് എഴുതാനുള്ള ബാക്കി n-1 അല്ലേ. ഓക്കെ, സി അപ്പം നമുക്ക് ഇനി ഇവിടെ ആരാ ഉള്ളത്? n-1 മാത്രമേ ഉള്ളൂ അല്ലേ. അതിനകത്ത് നിന്ന് നമ്മൾ ഈ 1നെ ഇപ്പുറത്തേക്ക് വീണ്ടും കൊടുക്കുക. കണ്ടോ, അപ്പോൾ എന്ത് പറ്റി? -161/-3 പ്ലസ് ഇത് ഇപ്പുറേക്ക് വന്നു അല്ലേ. ഈ -1 ഈക്വൽ സൈൻ്റെ ഇപ്പുറേക്ക് വന്നപ്പോൾ എന്തായി? +1 ആയിട്ട് മാറി. ഇനി നമുക്ക് ഇങ്ങനെ ഇട്ടിട്ട് ചെയ്യാൻ പറ്റുമോ? =n അല്ല, ഇങ്ങനെ വെച്ച് നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, സോൾവ് ചെയ്യാൻ സാധിക്കില്ല. എന്താണ് ഇവിടെ നമ്മൾ LCM, അതായത് ഇവിടെ ഡിനോമിനേറ്റർ ഉണ്ട്, സോ ഇവിടെയും നമ്മൾ ഡിനോമിനേറ്റർ 3 തന്നെ ആക്കേണ്ടതുണ്ട്. സോ അതെങ്ങനെയാക്കുന്നത്? വെറുതെ ഒന്നാണെങ്കിൽ അതിൻ്റെ ഇടയിൽ എന്തുണ്ടെന്ന് അർത്ഥം? 1 അവിടെ ഉണ്ടെന്നാണ് അർത്ഥം അല്ലേ. വെറുതെ ഒരു നമ്പർ ഇങ്ങനെ തന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഇടയിൽ ആക്ച്വലി ഒരു 1 ഉണ്ടെന്നാണ് അർത്ഥം. അതുപോലെ ഈ 1ൻ്റെ ഇടയിലും ഒരു 1 ഉണ്ട്. അപ്പോൾ നമുക്കത് ചെയ്തു നോക്കാം. അതെ ഉണ്ടോ, -161 ഈ നെഗറ്റീവ് ഇത് രണ്ടും ക്യാൻസലായി പോയി കേട്ടോ, നെഗറ്റീവും ക്യാൻസലായി പോയി. ബാക്കി നമുക്ക് എന്താ ഉള്ളത്? 161/3 പ്ലസ് ഈ 1 ആയിരുന്നു. അപ്പം നമ്മുടെ LCM 3 ആയതുകൊണ്ട് ഇവിടെ ഞാൻ 1 ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ആ 1 ഇൻറ്റു ഇവിടെ LCM ഡിനോമിനേറ്റേഴ്സ് ഈക്വലൈസ് ചെയ്യാൻ വേണ്ടി ആ 1 ഇൻറ്റു 3 ഡിനോമിനേറ്ററെ മൾട്ടിപ്ലൈ ചെയ്തു, ദെൻ ന്യൂമറേറ്ററെ മൾട്ടിപ്ലൈ ചെയ്യുക =n. ക്ലിയർ ആയല്ലോ അത്? അതായത് ഇങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? LCMത്തിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. ഈ രണ്ടിൻ്റെയും ഡിനോമിനേറ്റർ ഈക്വലൈസ് ചെയ്താൽ മാത്രമേ ഇങ്ങനെ ഒരു പ്രോബ്ലം നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. എല്ലാ കുട്ടികളും കുഞ്ഞു ക്ലാസ്സിൽ അത് പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇനിയിപ്പോൾ നോക്കിക്കേ, 161/3 കണ്ടോ, 1 × 3 3, 1 × 3 3. അപ്പോൾ ഇവിടെ ഡിനോമിനേറ്റേഴ്സ് =n. ക്ലിയർ ആയല്ലോ? ഇനി ഇത് രണ്ടും കൂടി എന്ത് ചെയ്യുക? ആഡ് ചെയ്യുക. കണ്ടോ, 161 + 3 164 ഒറ്റൊരു 3. രണ്ടിൻ്റെയും ഡിനോമിനേറ്റേഴ്സ് നമ്മൾ ഈക്വലൈസ് ചെയ്ത് =n. സോ എന്നിന് നമുക്കൊരു വാല്യൂ കിട്ടിയ എന്താണ്? 164/3. പക്ഷേ ഇതെന്താ ഒരു ഫ്രാക്ഷനായിട്ടല്ലേ കിട്ടിയത്? നമ്മളോട് ചോദിച്ചത് എന്തായിരുന്നു? ക്വസ്റ്റ്യൻ കണ്ടോ, ചെക്ക് വെദർ -150 ഈസ് എ ടേം ഓഫ് AP 11 8 5 2 ഇങ്ങനെയാണ് നമ്മളോട് ചോദിച്ചത്. അപ്പോൾ എന്താണ് ഇപ്പോൾ നമ്മൾക്ക് കിട്ടിയ ആൻസർ പ്രകാരം നമുക്ക് ആൻസർ കിട്ടിയത് എന്തായിരുന്നു? ഒരു ഫ്രാക്ഷൻ ആയിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം, ഇത് കണ്ടോ, ബട്ട് n ഷുഡ് ബി, n മീൻസ് വാട്ട്? ദിസ് തിങ് അല്ലേ. n ഷുഡ് ബി ദ പോസിറ്റീവ് ഇൻറ്റിജർ എന്ന് പറഞ്ഞാൽ എന്താണ്? n എപ്പോഴും ഒരു പോസിറ്റീവ് ഇൻറ്റിജർ ആണ് ആകേണ്ടത്. അതുകൊണ്ട് സോ -150 ഈസ് നോട്ട് എ ടേം ഓഫ് 11 8 5 2. ക്ലിയർ ആയോ? അപ്പോൾ നമ്മളിതിനെ സോൾവ് ചെയ്തെടുത്ത് കഴിഞ്ഞപ്പോൾ നമുക്കൊരു ഫ്രാക്ഷനാണ് കിട്ടിയത്. പക്ഷേ n ഒരിക്കലും എന്താവില്ല? n ഷുഡ് ബി എ പോസിറ്റീവ് ഇൻറ്റിജർ. കണ്ടോ, n എപ്പോഴും എന്താ ആവേണ്ടത്? ഒരു പോസിറ്റീവ് ഇൻറ്റിജർ ആയിരിക്കണം. അല്ലാണ്ട് അതൊരു നെഗറ്റീവോ അല്ലെങ്കിൽ ഒരു ഫ്രാക്ഷനോ അങ്ങനെ ആകാനായിട്ട് സാധിക്കില്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് അവർ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നുള്ള ആ ഒരു ടേം, ഈ 150 എന്നുള്ള ടേം നമ്മുടെ ലിസ്റ്റ് ഓഫ് നമ്പേഴ്സിൽ വരുന്നതല്ല. ക്ലിയർ ആയല്ലോ? ഓക്കെ, താങ്ക് യു സോ മച്ച്.